ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് മോളാർ വോളിയം. മോളാർ വോളിയം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. അതായത് നമ്മൾ ലാസ്റ്റിൽ പഠിച്ചിട്ടുണ്ട് ഗ്രാം ആറ്റം, അതേപോലെ മോളാർ മാസ്, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ അവഗാഡ്രോ ഹൈപ്പോത്തസിസ്, അവഗാഡ്രോസ് ലോ പ്രകാരം നമ്മൾ ഓൾറെഡി നമ്മൾ മനസ്സിലാക്കിയതാണ് അവഗാഡ്രോസ് ലോ. അപ്പോൾ ഈ അവഗാഡ്രോസ് ലോ പ്രകാരം നമ്മൾ പരിശോധിക്കുമ്പോൾ equal volume of all gases under similar condition of temperature and pressure that contain equal number of molecules. ഇതാണ് അവഗാഡ്രോസ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ഇത് പ്രകാരം നമുക്ക് 1 gram mole of every gas under STP condition. STP condition എന്ന് പറയുമ്പോൾ 273 Kelvin and അതേപോലെ തന്നെ 1 atm പ്രഷർ. STP എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ആണ്. അതായത് നമ്മൾ സ്റ്റാൻഡേർഡ് കണ്ടീഷൻ എടുക്കുന്നത് 273 Kelvin ആണ് ടെമ്പറേച്ചർ, അതേപോലെ പ്രഷർ ഈസ് 1 atm, അതായത് 1 അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ 1 atm പ്രഷർ സ്റ്റാൻഡേർഡ് കണ്ടീഷൻ ആയിട്ട് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ കഴിയും ദ വോളിയം ദാറ്റ് ഓക്യുപ്പൈ 22.4 liters. അതായത് വോളിയം എത്രയാണ്? 22.4 ലിറ്റർ ആണ്. ഇതിനെയാണ് നമ്മൾ ഗ്രാം മോളിക്കുലാർ വോളിയം ഓർ മോളാർ വോളിയം ഓഫ് ദ ഗ്യാസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ എന്ത് മനസ്സിലാക്കണം? 22.4 ലിറ്റർ ആണ് വോളിയം ഓഫ് ദ ഗ്യാസ്. അതായത് 1 gram mole ഓഫ് എനി ഗ്യാസ്, ഏത് ഗ്യാസും 1 gram mole എടുത്താൽ ഏത് കണ്ടീഷനാണ്? STP കണ്ടീഷൻ. STP എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ പ്രഷർ നമ്മൾ എടുക്കുന്നത് 273 Kelvin ആണ്. 1 atm പ്രഷർ, 1 atm എന്ന് പറഞ്ഞാൽ 760 millimeter മെർക്യൂറിക് പ്രഷറാണ്. അപ്പോൾ ഇത് നോർമൽ നമ്മൾ എടുക്കുന്ന സ്റ്റാൻഡേർഡ് കണ്ടീഷനാണിത്. അങ്ങനെയുള്ള ഒരു കണ്ടീഷനിൽ ഏത് ഗ്യാസ് എടുത്തു കഴിഞ്ഞാലും 1 gram mole ഗ്യാസ് ആയിരിക്കണം. 1 gram mole എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി നമുക്കറിയാം 1 gram mole ഓഫ് എനി ഗ്യാസ്, അതായത് 1 mole ഗ്യാസ്. അപ്പോൾ 1 gram mole ഓഫ് എനി ഗ്യാസ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വോളിയം എപ്പോഴും എന്താണ്? 22.4 ലിറ്റർ ആണ്. അതായത് അതിനെ നമ്മൾ ml മില്ലി ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 22,400 മില്ലി ലിറ്റർ എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഈ അവഗാഡ്രോ ഹൈപ്പോത്തസിസിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം നോക്കാം. ജനറലൈസ് ചെയ്ത് നമുക്ക് എഴുതാൻ കഴിയും. നമുക്ക് ജനറലൈസ് ചെയ്തിട്ട് എഴുതാം ഗ്രാം മോളാർ വോളിയം, ഗ്രാം മോളിക്കുലാർ വോളിയം ഓഫ് ദ ഗ്യാസ്, മോളിക്കുലാർ volume of the gas, volume of the gas that is equal to molar volume of the gas. ഇതിനെ നമുക്ക് പറയുന്നത് മോളാർ വോളിയം എന്നാണ് പറയുക. മോളാർ വോളിയം ഓഫ് ദ ഗ്യാസ്, ഓഫ് ദ ഗ്യാസ്. ഇതിൻ്റെ വോളിയം എന്തിന് ഈക്വൽ ആണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 22.4 ലിറ്റർ. 22.4 ലിറ്റർ ആണ്. 22.4 ലിറ്റർ എന്ന് പറഞ്ഞാൽ എത്ര ml ആണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് ഇവിടെ എഴുതാം 22,400 മില്ലി ലിറ്റർ ആണ്. ഇത് നമുക്കറിയാം ലിറ്റർ നമ്മൾ മില്ലി ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഗ്രാം മോളിക്കുലാർ വോളിയം ഓഫ് ദ ഗ്യാസ്, 1 gram, അതായത് 1 gram mole ഓഫ് ദ ഗ്യാസ് ആണ് നമ്മൾ എടുക്കുന്നത്. 1 gram mole ഓഫ് ദ ഗ്യാസ്, 1 mole ഓഫ് ദ ഗ്യാസ്, അതിന് നമ്മൾ മോളാർ വോളിയം ഓഫ് ദ ഗ്യാസ് എന്ന് പറയാം. അതെന്ന് പറയുന്നത് STP കണ്ടീഷൻ. ഓർമ്മിക്കണം, STP കണ്ടീഷനിലാണെങ്കിൽ 22.4 ലിറ്റർ ആണ്, അതല്ലെങ്കിൽ 22,400 ml ആണെന്ന് പറയാം. ഇത്രയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ 1 gram mole ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ്, ഇതാണ് 1 gram mole, അതല്ലെങ്കിൽ ഗ്രാം മോൾ ഓഫ് കാർബൺ ഡൈ, ഗ്രാം മോളിക്കുലാർ വോളിയം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്, 1 gram mole ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് at STP. ഓർമ്മിക്കണം, അറ്റ് STP ആണ്. STP മീൻസ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഇവിടെ എഴുതാം STP ഏതാണ്? 273 Kelvin. ഇവിടെ നോട്ട് ചെയ്യാം STP എന്താണ്? STP സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഈസ് 273 Kelvin ആൻഡ് 1 atm പ്രഷർ, 1 atm പ്രഷർ ആണ്. സോ it is equal to molar volume of the gas. ഇതിൻ്റെ വോളിയം എന്ന് പറയുന്നത് എന്താണ്? 22.4 ലിറ്റർ ആണ്. 22.4 ലിറ്റർ ആണ്. അതല്ലെങ്കിൽ നമുക്ക് ml ആണെങ്കിൽ 22,400 ml ആണ്. അതേപോലെ തന്നെ ഇതിൻ്റെ 1 gram mole ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാം ആണ്? നമുക്കറിയാം 1 mole കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മോളിക്കുലാർ മാസ് 44 ആണ്. അതിനെ നമ്മൾ ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്യുന്നു. സോ ഇറ്റ്സ് മാസ് ഈസ് ഈക്വൽ ടു 44 gram. അപ്പോൾ
1 gram മോൾ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 44 gram കാർബൺ ഡൈ ഓക്സൈഡ് എന്നാണ്. അതിൻ്റെ വോളിയം അറ്റ് STPയിലാണെങ്കിൽ 22.4 ലിറ്റർ ആണ്. ഇത് നമ്മൾ ഞാൻ ഇവിടെ എഴുതിയത് എന്താണ്, 22.4 ലിറ്റർ എന്ന് പറയുന്നത് 1 gram മോൾ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്, അതിൻ്റെ മാസ് എത്രയാണെന്നാണ് എഴുതിയത്. വോളിയം നമുക്ക് അറിയാം. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മോളാർ വോളിയം ജനറലൈസ് ചെയ്ത് നമുക്ക് പറയാം മോളാർ വോളിയം ഓർ ഗ്രാം മോളിക്കുലാർ വോളിയം ഓഫ് ദ ഗ്യാസ് അറ്റ് STP. അതായത് ഏത് ഗ്യാസ് നമ്മൾ എടുത്താലും അതായത് അതിൻ്റെ വോളിയം 22.4 ലിറ്റർ ആണ്. ആ ഗ്യാസ് എന്ന് പറയുന്നത് അണ്ടർ STP കണ്ടീഷനിലാണ് 1 gram മോൾ ആയിരിക്കണം. 1 gram മോൾ എന്ന് പറഞ്ഞാൽ 1 gram മോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മോളിക്കുലാർ 1 gram മോൾ ഓഫ് ദ ഗ്യാസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു മോൾ ഗ്യാസിൻ്റെ വോളിയമാണ് നമ്മൾ എടുക്കുക. ഇതാണ് മോളാർ വോളിയം എന്ന് പറയുന്നത്. നമുക്ക് മോളാർ വോളിയമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് നോക്കാം. കാൽക്കുലേറ്റ് ദ വോളിയം അറ്റ് STP occupied by 14 gram of N2, 1.5 gram moles of carbon dioxide. Third question, that is 10⁻21 molecules of O2. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 14 gram of N2 STPയിൽ എന്താണ് അതിൻ്റെ വോളിയം, അതേപോലെ 1.5 gram moles of കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ വോളിയം STPയിൽ എന്താണ്, അതേപോലെ 10⁻21 മോളിക്യൂൾ ഓഫ് ഓക്സിജൻ വോളിയം STPയിൽ എത്രയാണ്. അപ്പോൾ നമുക്കിവിടെ ചെയ്യേണ്ടത് അറിയാവുന്ന ഡാറ്റ നമ്മൾ ആദ്യം എഴുതണം. അതായത് നമ്മൾ ഈ കേസിൽ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ എങ്ങനെ ചെയ്യാൻ നോക്കാം. 14 gram of N2. അപ്പോൾ ഇവിടെ വോളിയമാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഇവിടെ അറിയാം STPയിൽ അതായത് 1 gram മോൾ ഓഫ് നൈട്രജൻ 1 gram മോൾ ഓഫ് നൈട്രജൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം 1 gram മോൾ ഓഫ് നൈട്രജൻ 1 gram മോൾ ഓഫ് N2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദാറ്റ് ഈസ് 28 gram ആണ്. 28 gram ആണ് 1 gram മോൾ ഓഫ് നൈട്രജൻ എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ വോളിയം STPയിൽ നമുക്കറിയാം. അതായത് 28 gram ഓഫ് നൈട്രജൻ എന്ന് പറഞ്ഞാൽ at STP the volume is equal to 22.4 ലിറ്റർ ആണ്. ഇത് നമുക്കറിയാവുന്ന ഡാറ്റയാണ്. സോ ഇതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വാട്ട് ഈസ് ദ വോളിയം ഓഫ് നൈട്രജൻ 14 gram ഓഫ് നൈട്രജൻ അറ്റ് STP. നമുക്ക് ഇവിടെ ഒരു റിലേഷൻ എഴുതാം. ദാറ്റ് ഈസ് 22.4 ലിറ്റർ ആണ് വോളിയം ഓഫ് നൈട്രജൻ അറ്റ് STP. ഏത് 1 gram മോൾ ഓഫ് നൈട്രജൻ്റെ വോളിയം എന്ന് പറയുന്നത്. അതായത് എത്ര ഗ്രാം ആണ്, 28 gram നൈട്രജൻ്റെ വോളിയമാണ്. 28 gram നൈട്രജൻ്റെ വോളിയം 22.4 ലിറ്റർ ആണ്. ഈ റിലേഷൻ നമുക്കറിയാം. ഈ റിലേഷൻ നമ്മൾ എഴുതിയത് എന്ന് പറയുന്നത് നമുക്ക് കിട്ടേണ്ടത് 14 gram ഓഫ് നൈട്രജൻ്റെ വോളിയമാണ്. സോ നമ്മൾ ചെയ്യുന്നത് മൾട്ടിപ്ലൈ വിത്ത് 14 gram ഓഫ് നൈട്രജൻ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് കിട്ടുന്നത് ഇവിടെ ഗ്രാം ഓഫ് നൈട്രജൻ ക്യാൻസൽ ചെയ്യുന്നു, ആൻസർ ലിറ്ററിൽ വരുന്നു. അപ്പോൾ നമുക്ക് അറിയാവുന്ന ഡാറ്റ നമ്മൾ എഴുതുന്നു. ഇവിടെ അറിയാവുന്ന ഡാറ്റ എന്തുകൊണ്ടാണ് നമ്മൾ 22.4 ലിറ്റർ മുകളിൽ എഴുതിയത് എന്ന് നോക്കാം. 22 നമുക്ക് കിട്ടേണ്ടത് വോളിയം ഓഫ് നൈട്രജൻ ആയതുകൊണ്ട് അപ്പോൾ ലിറ്ററിൽ നമുക്ക് വോളിയം കിട്ടുന്നു. അതുകൊണ്ട് നമ്മൾ മുകളിൽ അത് എഴുതി. ഇനി ഗ്രാമിലേക്ക് നമുക്ക് ആൻസർ കിട്ടണമെങ്കിൽ ഇത് നമുക്ക് ട്വിസ്റ്റ് ചെയ്താൽ, അതായത് നമുക്ക് ഗ്രാം ഓഫ് നൈട്രജൻ മുകളിൽ എഴുതാൻ 22.4 ലിറ്റർ താഴെ എഴുതാം. ഇങ്ങനെ നമുക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇവിടെ ആൻസർ കിട്ടേണ്ടത് ആയതുകൊണ്ട് വോളിയമാണ് കിട്ടേണ്ടത്. അതുകൊണ്ട് വോളിയം മുകളിൽ എഴുതുന്നു. നമ്മൾ ഗ്രാം ഓഫ് നൈട്രജൻ ക്യാൻസൽ ചെയ്യുന്നു. ഇത് നമ്മൾ സോൾവ് ചെയ്താൽ കിട്ടുന്ന വോളിയം എന്ന് പറയുന്നത് നമുക്കറിയാം 14 ഡിവൈഡഡ് ബൈ 28 നമ്മൾ ചെയ്താൽ നമുക്ക് 1/2 എന്നാണ് കിട്ടുക. സോ ദ ആൻസർ ഈസ് 22.4 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 11.2 ലിറ്റർ ആയിരിക്കും. സോ ദ ആൻസർ ഈസ് 11.2 ലിറ്റർ. ആൻസർ ഈസ് 11.2 ലിറ്റർ ഓഫ് നൈട്രജൻ ഗ്യാസ്. ഓക്കെ, ഇവിടെ നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 1.5 gram മോൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് അറ്റ് STP. അതായത് 1.5 gram മോൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ വോളിയം STPയിൽ എത്രയാണെന്നുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ നമുക്ക് അറിയാവുന്ന ഡാറ്റ നമുക്ക് നോക്കാം. അതായത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് ഗ്രാം മോൾ ഓഫ് എനി ഗ്യാസ്. 1 gram ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാവുന്ന ഡാറ്റയാണ്. ദറ്റ് ഈസ് 1 gram മോൾ. ശ്രദ്ധിക്കണം, 1 gram മോൾ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. 1 gram മോൾ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എത്ര ഗ്രാം ആണ്? ഇതിൻ്റെ മോളിക്കുലാർ മാസിന് സമാനമായത് ദറ്റ് ഈസ് 44 gram ആണ്.
ഇപ്പോൾ നമുക്കറിയാവുന്നതാണിത്. 1 gram mole ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ 44 gram ആണ്. ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് 1.5 gram mole ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം 1 gram മോളിൻ്റെ മാസ് 44 gram ആണെങ്കിൽ 1.5 gram mole എത്ര ഗ്രാം ആയിരിക്കും? അത് എന്ന് പറയുന്നത് നമുക്ക് പറയാൻ കഴിയും എന്താണ്, ഇപ്പോൾ 2 gram mole ആണെങ്കിൽ നമുക്ക് 2 × 44 gram, അതേപോലെ 1.5 ഗ്രാമിൻ്റെ മാസ് 1.5 gram mole ആണ്. ഗ്രാം മോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മോള് സബ്സ്റ്റൻസിൻ്റെ മാസാണ്. 1.5 gram mole ആകുമ്പോൾ ആ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മാസ് എന്ന് പറയുന്നത് നമുക്ക് പറയാം ദറ്റ് ഈസ് 1.5 × 44 gram ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 66 gram ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് പറയാം? 1.5 gram mole കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മാസ് എത്രയാണ്? 66 gram ആണ്. അപ്പോൾ 1 gram മോളിൻ്റെ മാസ് അതിൻ്റെ മോളിക്കുലാർ മാസിന് സമാനമാണ്. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഇനി നമ്മൾ ചെയ്യുന്നത്, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇവിടെ 1.5 gram mole കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ വോളിയം അറ്റ് STP ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് അറിയാവുന്ന ഡാറ്റ നമുക്ക് എഴുതാം. അറിയാവുന്ന ഡാറ്റ എന്ന് പറയുന്നത് എന്താണ്? വോളിയം ഓഫ് 1 gram mole ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് അറ്റ് STP നമുക്കറിയാം. അതായത് ഗ്രാം മോളാർ വോളിയം അല്ലെങ്കിൽ 1 gram mole ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് 1 gram mole ഓഫ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ വോളിയം അറ്റ് STP ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? 22.4 ലിറ്റർ ആണ്. ഇത് നമുക്കറിയാവുന്നതാണ്. ഇതാണ് നമുക്കറിയാവുന്ന ഡാറ്റ. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് STPയിൽ 1.5 gram മോളിൻ്റെ വോളിയമാണ്. സോ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്, ഇത് നമുക്കറിയാം 1 gram mole ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? 44 gram ആണ്. സോ ഹൗ ക്യാൻ വി സോൾവ് ദിസ് പ്രോബ്ലം? 44 gram ആണ് നമ്മളുടെ കാർബൺ ഡൈ ഓക്സൈഡ് എങ്കിൽ നമുക്കറിയാം അതിൻ്റെ വോളിയം 22.4 ലിറ്റർ ആണ്. അപ്പോൾ 66 ഗ്രാമിൻ്റെ വോളിയം നമുക്ക് കണ്ടുപിടിക്കും. അപ്പോൾ നമുക്ക് അറിയാവുന്ന ഡാറ്റ എഴുതുകയാണ്. ദറ്റ് ഈസ് റിലേഷനായിട്ട് നമുക്ക് എഴുതുന്നു 22.4 ലിറ്റർ ആണ് കാർബൺ ഡൈ ഓക്സൈഡ്. ലിറ്റർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് നമുക്കറിയാവുന്നത്. ഏതിൻ്റെ വോളിയമാണത്? 44 gram, അതായത് 1 gram mole ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. 44 gram ഓഫ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ വോളിയമാണിത്. അപ്പോൾ നമുക്ക് ഈ റിലേഷൻ ആണ് അറിയാവുന്നത്. സോ അറിയാവുന്ന ഡാറ്റ നമ്മൾ എഴുതി ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. നമുക്ക് 1.5 gram mole എന്ന് പറഞ്ഞാൽ 66 gram ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. സോ 66 gram ഓഫ് കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ഗ്രാം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡും ഗ്രാം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡും ക്യാൻസൽ ചെയ്യുന്നു. സോ നമുക്കിവിടെ ആൻസർ ലഭിക്കുക എന്ന് പറയുന്നത് ഇത്രയും ലിറ്റർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ 66 gram എന്ന് പറയുമ്പോൾ എത്രയാണ് വോളിയം എന്ന് പറയുന്നത്? ദാറ്റ് ഈസ് ഈക്വൽ ടു 33.6 liters ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ലിറ്റേഴ്സ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇവിടെ നമ്മൾ ഓർമ്മിക്കേണ്ടത് ഈ കോമൺ റിലേഷൻ നമ്മൾ എഴുതാൻ അറിയണം. അത് നമുക്കറിയാം 46 gram ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് 22.4 ലിറ്റർ ആയതുകൊണ്ട് 66 gram മൾട്ടിപ്ലൈ ചെയ്ത് ഗ്രാം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ക്യാൻസൽ ചെയ്ത് ലിറ്റർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് ലഭിക്കുന്നു. ദിസ് ഈസ് ദ ആൻസർ. ഈ പ്രോബ്ലം നമുക്ക് മറ്റൊരു രീതിയിൽ റിലേഷൻ വെച്ച് ചെയ്യാൻ കഴിയും. അതായത് 1.5 gram moles. ഇവിടെ നമുക്കറിയാവുന്ന ഡാറ്റ 1 gram mole ഓഫ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ വോളിയം എത്രയാണ് നമുക്കറിയാം അറ്റ് STP. STPയിൽ 1 gram mole ഓഫ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ വോളിയം എന്ന് പറയുന്നത് അറ്റ് STP 22.4 ലിറ്റർ ആണ്. അപ്പോൾ നമുക്ക് ഈ റിലേഷൻ നമ്മൾ എഴുതുകയാണ്. എന്താണ്? 22.4 ലിറ്റർ ആണ്. 22.4 ലിറ്റർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. നമുക്കറിയാവുന്നതാണിത്. ഇതിൻ്റെ വോളിയം ഏതിൻ്റെ വോളിയമാണ്? 1 gram മോളിൻ്റെ വോളിയമാണ്. 1 gram mole ഓഫ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ വോളിയമാണ്. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 1.5 ഗ്രാമിൻ്റെ വോളിയം. 1.5 gram മോൾ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിൽ മോൾ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ വോളിയമാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം 1 gram മോളിൻ്റെ വോളിയം ഇത്രയാണെങ്കിൽ 1.5 gram മോളിൻ്റെ വോളിയമാണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? മൾട്ടിപ്ലൈ ചെയ്യുന്നു. 1.5 gram മോളുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ ഗ്രാം മോൾ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡും ക്യാൻസൽ ചെയ്യുന്നു. സോ നമുക്ക് ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ആൻസർ കിട്ടുന്നു. സോ ദ ആൻസർ ഇസ് 33.6 liters ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഡയറക്റ്റ് ഇത് ചെയ്യാം. നമുക്ക് റിലേഷൻ നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയും ചെയ്യാം ഇങ്ങനെയും ചെയ്യാം. നമുക്ക് സിമ്പിളായിട്ട് ഇതിനെ നമുക്ക് ഉപയോഗിച്ച് ആൻസറിലേക്ക് എത്താൻ കഴിയും. നമുക്ക് അതേപോലെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. തേർഡ് വൺ, ദാറ്റ് ഈസ് 10⁻21 മോളിക്യൂൾ ഓഫ് ഓക്സിജൻ എന്നാണ് ചോദിച്ചത്. അതായത് 10⁻21 മോളിക്യൂൾ ഓഫ് ഓക്സിജൻ എത്രയാണ്
അറ്റ് എസ് ടി പിയിൽ അതിൻ്റെ വോളിയം എത്രയാണ്. അപ്പോൾ നമുക്കറിയാവുന്ന ഡാറ്റ ഇവിടെ നമ്മൾ എഴുതണം. അതായത് നമുക്ക് 1 മോൾ അല്ലെങ്കിൽ മോളാർ വോളിയം അറ്റ് എസ് ടി പിയിലെ മോളാർ ഓക്സിജൻ്റെ മോളാർ വോളിയം നമുക്കറിയാം 22.4 ലിറ്റർ ആണ് നമുക്കറിയാം. അത് എത്ര മോളിക്യൂൾസിൻ്റെ വോളിയമാണ് നമുക്കറിയാം. അതായത് മോളാർ വോളിയം എന്ന് പറഞ്ഞാൽ 1 മോളിൻ്റെ വോളിയമാണ് മോളാർ വോളിയം. 1 മോൾ ഓഫ് O2 അറ്റ് എസ് ടി പിയിൽ അതിൻ്റെ വോളിയം എന്ന് പറയുന്നത് ഓക്സിജൻ്റെ മോളിക്യൂളിൻ്റെ വോളിയം 22.4 ലിറ്റർ ആണ്. അതായത് 1 മോൾ O2 എന്ന് പറഞ്ഞാൽ എത്ര മോളിക്യൂളാണ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 6.022 ഇൻറ്റു 10⁻23 മോളിക്യൂളിൻ്റെ വോളിയമാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 22.4 ലിറ്റർ അറ്റ് എസ് ടി പിയിലെ വോളിയം നമുക്കറിയാം. ഇത്രയും മോളിക്യൂളിൻ്റെ വോളിയം 22.4 ലിറ്റർ ആണ്. നമുക്ക് ഇവിടെ ഈ പ്രോബ്ലത്തിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 10⁻21 മോളിക്യൂൾ ഓഫ് O2 ആണെങ്കിൽ എന്താണ് വോളിയം. നമുക്ക് എന്തറിയാം, 6.022 ഇൻറ്റു 10⁻23 മോളിക്യൂളിൻ്റെ വോളിയം എസ് ടി പിയിൽ അറിയാം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഒരു റിലേഷൻ ഉണ്ടാക്കാം. നമുക്ക് ലഭിക്കേണ്ടത് വോളിയമാണ്. സോ നമുക്ക് വോളിയം എന്നുള്ള ടേം മുകളിൽ വരുന്ന രീതിയിൽ എഴുതാം. റിലേഷൻ ദാറ്റ് ഈസ് 22.4 ലിറ്റർ ആണ് ഓഫ് എന്താണ് O2 ആണ്. ഇതാണ് ഏതിൻ്റെ വോളിയം, എത്ര മോളിക്യൂളിൻ്റെ വോളിയമാണ്, അവഗാഡ്രോ നമ്പർ. അതായത് 6.022 ഇൻറ്റു 10⁻23 മോളിക്യൂളിൻ്റെ വോളിയം ഇൻറ്റു നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 10⁻21ൻ്റെ വോളിയം. 10⁻21 മോളിക്യൂളിൻ്റെ മോളിക്യൂളാണെങ്കിൽ നമുക്ക് അതിൻ്റെ വോളിയമാണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് മോളിക്യൂളും ക്യാൻസൽ ചെയ്യുന്നു. നമുക്ക് ആൻസർ എത്ര ലിറ്റർ ഓഫ് O2 എന്ന് ലഭിക്കും. നമുക്കിതിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ലഭിക്കുന്ന ആൻസർ എന്ന് പറയുന്നത് 3.72 ഇൻറ്റു 10⁻2 ലിറ്റർ ഓഫ് O2. 3 ലിറ്റർ ഓഫ് O2. ഇത് ലിറ്റർ നമുക്ക് മില്ലി ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താണ് ലഭിക്കുക, 37.2 എന്താണ് മില്ലി ലിറ്റർ എന്ന് ലഭിക്കുന്നു. ഈ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമ്മൾ ബേസിക് ആയിട്ട് ഓർമ്മിക്കേണ്ടത് ഇത്രയാണ്. അതായത് മോളാർ വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്, മോളാർ വോളിയം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ വോളിയം ഓഫ് എനി ഗ്യാസ് അറ്റ് എസ് ടി പിയിലെ വോളിയം ദാറ്റ് ഈസ് ഈക്വൽ ടു 22.4 ലിറ്റർ ആണ്.